മൈക്രോസോഫ്റ്റ് എക്സലിൽ തന്നിരിക്കുന്ന ഒരു കൂട്ടം സംഖ്യകളുടെ ആവറേജ് എങ്ങനെ കാണാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ തന്നിരിക്കുന്ന സംഖ്യകളെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓട്ടോ സം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഡൗൺവേർഡ് ആരോ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ഡൗൺവേർഡ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി ഓപ്ഷൻസ് ലഭിക്കും. നമുക്ക് ആവറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോഴേക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സംഖ്യകളുടെ ആവറേജ് നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. തന്നിരിക്കുന്ന ഒരു കൂട്ടം സംഖ്യകളുടെ ആവറേജ് നമുക്ക് ഇഷ്ടമുള്ളൊരു സെല്ലിലേക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ഇക്വേഷൻ ടൈപ്പ് ചെയ്യുക. ഇക്വേഷൻ ഇങ്ങനെയാണ്: ഈസിക്കൽ ടു ആവറേജ് നമ്മൾ പൂർണ്ണമായിട്ടും ടൈപ്പ് ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സംഖ്യകൾ, അതായത് നമുക്ക് ആവറേജ് കാണേണ്ട സംഖ്യകൾ സെലക്ട് ചെയ്യുക. എൻ്റർ എന്ന് പറയുന്ന കീ നമ്മൾ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ആവറേജ് നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈ രണ്ട് മെത്തേഡിൽ കൂടെയും നമുക്ക് സംഖ്യകളുടെ ആവറേജ് കാണുവാൻ സാധിക്കും. റോ വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സംഖ്യകളുടെയും കോളം വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സംഖ്യകളുടെയും ആവറേജ് ഈ മെത്തേഡിലൂടെ കാണാവുന്നതാണ്.